30 മുതൽ 40 മിനിറ്റിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാണ്ടിരിക്കുക. ഈ കണ്ടിന്യൂസ് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ മെയിനായിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ഊരവേദന, അതുപോലെ തന്നെ കഴുത്ത് വേദന എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സ്പൈൻ ഒരിക്കലും ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടിന്യൂസ് സിറ്റിംഗ് പോസ്റ്ററിൽ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, മൂവ്മെൻറ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്പൈൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 7 മുതൽ 8 മണിക്കൂറൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ഡിസ്കിലേക്ക് കൂടുതലായിട്ട് പ്രഷർ വരികയും അതേപോലെ തന്നെ മസിലിലേക്കുള്ള രക്തോട്ടം കുറയുകയും ചെയ്യുന്ന സമയത്ത് മസിൽ സ്റ്റിഫ്നെസ് ഉണ്ടാവും. ആ സ്റ്റിഫ്നെസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് പെയിൻ ആയിട്ട് മാറും. അതേപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫ്ലൂയിഡ് സ്ക്യൂസ് ചെയ്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആ സാധനം നമുക്ക് വീണ്ടും റീഹൈഡ്രേറ്റ് ആയത് വരുന്നത് നമ്മളെ പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടുമ്പോഴാണ്. അപ്പോൾ ആ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഡീഹൈഡ്രേഷൻ കാരണം ഫ്ലൂയിഡ് കുറഞ്ഞിട്ട് നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ വാട്ടർ ഇൻടേക്ക് കുറവാണെങ്കിലും ഈ ഫ്ലൂയിഡ് കുറയുന്നത് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഷോക്ക് അബ്സോർപ്ഷൻ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സ്പൈനലിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഈ ഡിസ്ക്. അപ്പം ആ ഒരു കുറവും ഈ പറഞ്ഞ പോലെ തന്നെ നംനെസ്സും സ്റ്റിഫ്നെസ്സും ഒരു റിക്കറൻ്റ് ആയിട്ടുള്ള പെയിനിലേക്കും എത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പ്രശ്നം മാറ്റിയെടുക്കാൻ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? തീർച്ചയായും. അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മളൊരു ഒരു 30 മുതൽ 40 മിനിറ്റിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാണ്ടിരിക്കുക. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് എണീച്ചിട്ട് ഒന്ന് നടക്കുന്ന രീതിയിലേക്ക് ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക. അതുപോലെ കഴുത്തിനും ബാക്കിനൊക്കെ വരുന്ന രീതിയിലുള്ള ചെറിയ സ്ട്രെച്ചിങ് ആ ഒരു മിനിറ്റോ 2 മിനിറ്റോ അതിന് വേണ്ടിയിട്ടൊന്ന് നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഇടയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.